ദന്തപ്പാല എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നും ദന്തപ്പാല എങ്ങനെ ഇരിക്കണമെന്നൊക്കെ നോക്കാം കേട്ടോ. വാ നമുക്ക് ദന്തപ്പാല പറിച്ചിട്ട് വരാം. വയനാട് വരെ പോയാൽ മതി. മനോഹരമായ വയനാട്ടിൽ നിന്ന് ദന്തപ്പാല പറിക്കാം. അല്ല പറഞ്ഞു. ത്വക്ക് രോഗം, താരൻ, പിന്നെ മുടി കൊഴിച്ചിലിന് ആണല്ലേ. പിന്നെ നമ്മുടെ ഈ സോറിയാസിസിന് ഏറ്റവും കൂടുതൽ അതാ പറയണേ അല്ലേ, സോറിയാസിസിന്. ഇതിപ്പോൾ എത്ര വർഷമായതായി തൈ? 5 വർഷം കഴിയുണ്ടോ? അത് അത്ര വലിയ മരമാവൂല അല്ലേ? അപ്പോൾ ആണോ? ഇത് ആദ്യം ഇങ്ങനെ കവറിലിരുന്ന് ചെറുതായിരുന്ന് പിന്നെ ഇത് കണ്ടോ പാല് കണ്ടോ മോനെ? ദന്തപ്പാല കണ്ടോ? കുറെ എണ്ണയെങ്കിലും ഇടാം കേട്ടോ. ആ എന്തോരം എണ്ണ ഇടാം? ഇതൊരു 10 ലിറ്റർ എണ്ണയിൽ മേലെ ഇടാം. ആണോ? എന്നാ അത് മതി, അത് മതി. നല്ല വെയിൽ ഉദിക്കുമല്ലോ അല്ലേ? ആ വെയിൽ, അവിടെ നല്ല വെയിൽ വരും. ആ വള്ളിയൊക്കെ പറിച്ച് കളഞ്ഞാൽ ആ ചെടിയൊക്കെ കയറിയേക്കണേ. 10 ലിറ്റർ എണ്ണയിൽ മേലെ ഇടാം. ആണല്ലേ? വെളിച്ചെണ്ണ എണ്ണയല്ല, വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണയിലാ എണ്ണ പാടില്ല. ഓ സാധാരണ മരുന്നൊക്കെ നല്ലെണ്ണയിലല്ലേ നമ്മളധികം? അല്ല ഇത് വെളിച്ചെണ്ണയിലാട്ടോ. ഇത് ഈ സാധനങ്ങളിൽ നമ്മൾ തുരപ്പിങ്ങനെയുള്ള സാധനങ്ങൾക്ക് എണ്ണയല്ലല്ലോ ഉപയോഗിക്കുക, വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുക. ഈ മുറിവുകൾക്കൊക്കെ ഉണങ്ങണമെങ്കിൽ മുറിവെണ്ണയൊക്കെ ഉണ്ടാക്കണ വെളിച്ചെണ്ണയാ? ആ വെളിച്ചെണ്ണ മതി മതി, എന്ന് മൊത്തം പറിച്ച് കളയണ്ട. എല്ലാം കൊണ്ടുപോകണ ഞങ്ങൾ കുറച്ച് എണ്ണ ഉണ്ടാക്കും. ആ പിന്നെ കിടന്നോട്ടെ. 1 ലിറ്റർ 2 ലിറ്റർ എണ്ണയിൽ ഞങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക്. കൊതുകിന് നല്ലതാ കേട്ടോ. എണ്ണ മുഴുവൻ കുറയല്ല, പറമ്പിലേക്ക് പോവാം. ഒരു ലേശം പറയുന്നല്ല, കണ്ടമാര് പറയുന്നില്ല. കുറച്ച് നേരത്തേക്ക് ചൊറിച്ചിൽ മാറുമെന്ന്, കൊതുക് കടിക്കൂല. ഇതിന് മണമുണ്ടോ? എണ്ണ കാച്ചുമ്പോൾ എണ്ണേരം വേണം. നമുക്ക് വേണമല്ല, അത് ഇവർക്ക് കിട്ടും, ജീവികൾക്ക് കിട്ടും. ഒരു കാച്ചുമ്പോ വേറെ കാച്ചില്ല. എണ്ണയിൽ പച്ചെണ്ണയിൽ വെയിലത്ത് വെച്ച് വെളിച്ചെണ്ണയിൽ വെറുതെ ഇലയിട്ടിട്ട് 7 ദിവസം വെയിലത്ത് വെക്കുക. എന്നിട്ട് അത് അരിച്ച് എടുക്കുക. ഒരു 10-20 ഇല ഇട്ടാൽ മതി, 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക്. മതിയല്ലേ? അതല്ലേ പറഞ്ഞേ, മതി ലിറ്റർ കണക്കിന്. ആ മതി മതി, ഇത്രയും മതി 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. എന്നിട്ട് അത് വെയിലത്ത് അങ്ങനെ മാറ്റി വയ്ക്കുക. രാവിലെ എടുത്തേക്കുക, വൈകുന്നേരം എടുത്തേക്കുക, വീണ്ടും വൈകുന്നേരം രാവിലെ എടുത്തേക്കുക. രാവിലെ ഇട്ട് വെയിലത്ത് വെക്കുക, വൈകുന്നേരം എടുത്ത്. ഇനി വയനാട്ടിൽ പോയിട്ട് വന്നിട്ട് വേണ്ടേ? അതെ അതെ അതെ, ഇത് അപൂർവമായിട്ടുള്ള അവിടെ ആ ഇല്ല, ഇവിടെ എവിടെയും നമുക്ക് ഇത് ദന്തപ്പാല ഫോറസ്റ്റിലൊക്കെ ചിലടത്ത് കണ്ടാവും. ആണല്ലേ? ഇത് ഈ പല്ലുവേദനക്കൊക്കെ ഇത് വരണം, വായന കടിച്ചു നോക്കിയാ ഒരല്ല ഒത്തിരി ഗുണങ്ങളുള്ള ചീത്ത പറയരുത് കേട്ടോ. എരിയോ? പിന്നെ ഭയങ്കര കടിച്ചു നോക്ക്, നന്നായി കടിച്ചു നോക്ക്. എനിക്ക് കറിയൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? കറിയൊന്നും കുഴപ്പമില്ല. എരിയില്ലേ? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ പറയും ചേട്ടാ? എനിക്ക് എരിയില്ല, ശരിക്കും കടിച്ചറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് നീ നടക്കാണ്ട് വായരുള്ളിൽ ചൊറിഞ്ഞാൽ മാറാൻ പറ്റില്ലല്ലോ. ഇത് കർക്കിടക മാസമായ കാരണം ഒരു ചെറിയൊരു വ്യത്യാസമല്ലോ. ചെറിയ അരി വരുന്നുണ്ട്. ഇത് കടിച്ച് ഞാൻ ചവച്ചോളാൻ പറഞ്ഞു ഷിമില്. എരിവല്ല വരിക, ചൊറിച്ചിലാ വരിക. ദൈവമേ ചതിയൻ, ചതി ചോറിച്ചില്ല വരണേന്ന്. അമ്മേ സത്യ, നാക്കിന്റെ തുമ്പത്താണ് സംഭവം വന്നത്. ചോറിച്ചിട്ട് അണ്ടകടാഹം അപ്പി വരെ പോകും. അങ്ങനെ ഇലയെല്ലാം ദന്തപ്പാല ഇലയെല്ലാം പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് 7 ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയതിൻ്റെ ശേഷം എണ്ണ അരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. അപ്പോൾ നമ്മൾ ഈ 7 ദിവസം എങ്ങനെ നമ്മൾ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ വെയിലുള്ള നല്ല വെയിൽ വേണം ഈ എണ്ണ പിന്നെ ഉണ്ടാക്കാൻ. പിന്നെ അതിനാണ് ഏറ്റവും കൂടുതൽ വെയിലാണ് വേണ്ടതെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടും. അപ്പോൾ 7 ദിവസവും നമ്മളിത് വെയിലത്ത് വെക്കണം.
ഒട്ടും നനവൊന്നുമില്ലാത്ത പാത്രത്തിനകത്ത് നമ്മൾ ഇല അടുക്കിയതിൻ്റെ ശേഷം നമുക്ക് 1 കിലോ പിന്നെ ഇലയ്ക്ക് 1 കിലോ എണ്ണ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇല തന്നവർ പറഞ്ഞത് കൈക്ക് ഒരു പിടുത്തം പിന്നെ ഇലയുണ്ടെങ്കിൽ 1 ലിറ്റർ എണ്ണ കാച്ചാണ്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനതാ 7 ദിവസം വെയിലത്ത് വെച്ചതിൻ്റെ ശേഷം ഇന്നിതാ ഞാൻ എടുത്തുകൊണ്ട് വരികയാണ്. എൻ്റെ 7ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം ഒരു പിന്നെ ലൈറ്റ് പിന്നെ എന്താ പറയുക വയലറ്റ് കളറായിരുന്നു. പിന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു. ഇപ്പോൾ ഒരു ഡാർക്ക് ഒരു പിന്നെ വയലറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അരിച്ച് എടുത്ത് വെക്കണേ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയതുകൊണ്ട് ഇത് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും പിടിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും 2-3 പ്രാവശ്യം ഇലയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ, ഉണങ്ങാൻ വേണ്ടി. വെയിൽ കുറവല്ലേ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു അരിപ്പയ്ക്കകത്തേക്കാണ് ഇത് അരിക്കണേ ആദ്യം കേട്ടോ. അരിപ്പയിലിട്ട് നമ്മൾ അരിച്ച് അതിൻ്റെ എണ്ണ എല്ലാം എടുത്തതിൻ്റെ ശേഷം ബാക്കി പിന്നെ വരുന്ന ഇല നമ്മൾ കുറച്ച് നേരം ഈ അരിപ്പയിൽ തന്നെ വെച്ചിരുന്നാൽ എല്ലാ എണ്ണയും അതിനകത്തുനിന്ന് തീർന്ന് കിട്ടും. അത് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനകത്തില്ല, ഉണങ്ങി. ഇതുകൊണ്ട് എല്ലാ സത്തും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഇലയോട് കൂടിയിട്ട് നമുക്ക് കാലിലും കയ്യിലൊക്കെ തൂക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി അരിച്ച് എടുത്ത എണ്ണയാണ് ഇപ്പോൾ അതാ നല്ലൊരു കുപ്പിപ്പാത്രത്തിലാക്കി വയ്ക്കുവാണേ. ഇതെപ്പോഴും നല്ല കുപ്പിയിലാണ് ആക്കി വെക്കേണ്ടത് എണ്ണ. അവർ എന്നോട് പറഞ്ഞത് 1 വർഷത്തേക്കൊക്കെ അവർ 2 ലിറ്റർ എണ്ണ കാച്ചി വെക്കുമെന്നാണ് പറയുന്നത്. നല്ലൊരു മണമാണ് കേട്ടോ എണ്ണയ്ക്ക്. അതുപോലെ ഇലയ്ക്ക് നല്ല മണമാണ്. പാലപ്പൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, അതേപോലത്തെ. ഇതാ ഞാൻ ഒരു 1.5 ലിറ്റർ എണ്ണയുണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള വേറൊരു ഗ്ലാസ്സിലും കൂടെ ഗ്ലാസ് പാത്രത്തിൽ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അത് ഒരു ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് ഉണ്ടാക്കി തേക്കുക. താരൻ പോകാനും മുടി വളരാനും സോറിയാസിസിനും സ്കിൻ അലർജിക്കും എല്ലാത്തിനും നല്ല ഒരു മരുന്നാണ്. ഇത് കിട്ടാനാണ് പാട്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.